ഒരു ദിവസം ഉച്ചയ്ക്ക് അവരെ ഇയാൾ ഫോണിൽ വിളിക്കുക. ഫോൺ അവരെടുക്കുമ്പോഴത്തേക്കും ലൈംഗികമായി സംതൃപ്തി നൽകുന്ന ചില സംസാരങ്ങളാണ് ഫോണിൽ കൂടെ ഇവരെ അയാൾ വിളിക്കുന്നത് നട്ടുച്ച സമയത്ത്. അത് വിളിക്കുമ്പോൾ മന്ത്രിയാന്ന് ഓർത്തോണം. CPM ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, അയാൾ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ സ്ത്രീയെ അയാൾ നട്ടുച്ചയ്ക്ക് വിളിച്ചിട്ട് ഈ ടെലിഫോൺ സെക്സിൽ അയാൾ ഇടപെടുന്നു. ആ സ്ത്രീ അത് ശക്തമായി പ്രതിഷേധിക്കുന്നു. അപ്പം അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ UDF-നകത്ത് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് തീർത്തും അസംബന്ധമായിട്ടുള്ള വാദമാണെന്ന് ഈ ദൃശ്യമാധ്യമങ്ങളിലിരിക്കുന്ന ഈ പൊട്ട ചെറുക്കന്മാർക്ക്, ഈ പൊട്ടന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അവന്മാർക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. ആകെ കലാപകലുഷിതമാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗം, പ്രത്യേകിച്ച് CPM-ൻ്റെ. മറ്റ് പാർട്ടികളിലൊന്നും വലിയ പ്രശ്നമില്ല. കോൺഗ്രസിലൊക്കെ പൊട്ടിത്തെറിയെന്നൊക്കെ ഇവരെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ലാതെ വളരെ സുഗമമായി കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് കൂനിന്മേൽ കുരു എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ്. അമ്പലപ്പുഴ സുധാകരൻ, ഷൊർണൂർ PK ശശി, പയ്യന്നൂർ V കുഞ്ഞികൃഷ്ണൻ, ഇന്നലെ TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ, ഇതെല്ലാം നേതാക്കളാണ് വിട്ടുപോകുന്നത്. കുഞ്ഞികൃഷ്ണൻ ഒഴികെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരെല്ലാം മുതിർന്ന നേതാക്കളാണ്. ഈ CPM-ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM ബാക്കി ഉണ്ടാവും. അതിൽ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും പൊട്ടിത്തെറി എന്ന് പറഞ്ഞൊരു പ്രചരണം ഈ ദൃശ്യമാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളത് ഒന്ന് വേർതിരിച്ച് അതിനൊന്ന് കാണണം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ CPM-നകത്ത് ചിലപ്പം UDF-നകത്ത് പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല. അടിസ്ഥാനപരമായി UDF-നകത്ത് പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടത് എല്ലാ തെരഞ്ഞെടുപ്പിലും UDF-ൽ പ്രശ്നങ്ങളുണ്ട്. UDF ജയിക്കുമ്പോഴും UDF തോക്കുമ്പോഴും UDF-നകത്ത് ഈ തമ്മിത്തല്ല് അവരുടെ ഒരു ഒരു സ്ഥിര സ്വഭാവമാണ്. ആചാരം പോലെ അവർ നടത്തിക്കൊണ്ട് പോകും. ജയിക്കുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. അതെ. പക്ഷെ ഇത്തവണ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ എന്ന് പറഞ്ഞൊരു ഭാഗം തെറ്റാണ്. അപ്പം നമ്മൾ കോൺഗ്രസിൻ്റെ തന്നെ നമ്മൾ ഒന്നെടുത്തേ, കോൺഗ്രസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇപ്പോൾ ഉയർത്തിക്കാട്ടപ്പെടുന്നത് ഈ K സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും വിഷയമാണ്. അതെ, അത് പിന്നെ ഒരു തരത്തിൽ നോക്കിയാൽ അതിന് ചില അനുകൂല ഘടകങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ രാജിവെക്കുന്ന സീറ്റുകളിലേക്ക് പിന്നീട് മത്സരം വരും, പിന്നെ എന്താകും എന്നൊക്കെ ഉള്ളതാണ് നെഗറ്റീവായിട്ട്. പക്ഷെ അതിന് ചില പോസിറ്റീവ് ഘടകങ്ങളും കൂടിയുണ്ട്. ആ പോസിറ്റീവ് ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, ഈ K സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ അത് കണ്ണൂർ ജില്ലയിൽ UDF-നൊരു വലിയ ഉണർവ് കൊടുക്കും എന്നുള്ളൊരു വസ്തുത നമ്മൾ കാണാതിരുന്നു കൂടാ. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയനെതിരെ ഒരു പോർമുഖം തുറന്ന് നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരു അതികായനായിട്ടുള്ള നേതാവാണ്. അല്ല, 5 വർഷം എന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അത് പതിറ്റാണ്ടുകളായി തുടങ്ങിയ ഒരു അത് അയാളാണ്. അത് നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അയാൾ കണ്ണൂരിലെ UDF നേതൃത്വത്തിൻ്റെ തലപ്പത്ത് മത്സരിക്കാനുണ്ടെങ്കിൽ അതൊരു ആവേശം അവിടുത്തെ മത്സരരംഗത്ത് UDF-ന് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യം. അതെ. പിന്നെ അയാളുമായി ബന്ധപ്പെട്ട് വേറെ 2 പ്രശ്നങ്ങളും, ചിലപ്പോൾ അയാൾ രാജിവെക്കുമ്പോൾ പിന്നെ അവിടെ ഒഴിവ് വരില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾ രാജിവെച്ച് അവിടെ ഒഴിവെന്ന് അവിടെ മത്സരം വന്നു കഴിഞ്ഞാലും അവിടെ UDF തന്നെ ജയിക്കാനാണ് സാധ്യത. കാരണം CPM ആകെ പപ്പടം പോലെ പൊടിഞ്ഞിരിക്കും. മനസ്സിലായി. പിന്നുള്ളൊരു മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാളോട് നീതി കാണിച്ചോ എന്നുള്ളൊരു പ്രശ്നവും ഉണ്ട്. കാരണം KPCC പ്രസിഡന്റ് ആയിരുന്ന അയാളെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ അൺസെറിമോണിയസ് ആയി അയാളെ യുവന്മാരെല്ലാം കൂടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അയാൾ തെറ്റില്ലാത്ത പ്രകടനം KPCC പ്രസിഡന്റായിട്ട് കാണിച്ചതാണ്. അപ്പോൾ അയാൾ അവകാശപ്പെടുന്നത് അയാളെ അവിടുന്ന് ഇറക്കി വിട്ടപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാളെ പരിഗണിക്കാം എന്ന് പറഞ്ഞു എന്നാണ് സുധാകരൻ്റെ അവകാശവാദം. ആ അവകാശവാദം ഇതുവരെ ആരും നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ K സുധാകരൻ മത്സരിക്കുന്നത് UDF-ന് മൊത്തത്തിൽ ഗുണമാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ ഈ കോന്നിയിൽ അടൂർ പ്രകാശ് നിന്നാൽ മാത്രമേ ജയിക്കൂ എന്നുള്ള വാദമൊക്കെ ശുദ്ധാസംബന്ധമാണ് എന്നാണ് എൻ്റെ. അതെ. കാരണം കോന്നിയിൽ ഇപ്പോൾ ആര് എന്ന് കഴിഞ്ഞാൽ UDF-ന് ജയിക്കും. കാരണം പത്തനംതിട്ട ജില്ലയാണ്, ശബരിമല വിഷയം. കോന്നിയിൽ അയാൾ നിന്നാലേ ജയിക്കൂ എന്ന് പറയുന്നത് ശുദ്ധ ഹമ്പക്കാണ്. പക്ഷെ അവിടെയും ഈഴവ പ്രാതിനിധ്യത്തിൻ്റെ ഒരു പ്രശ്നം
ഇത് ഇയാൾക്ക് അനുകൂലമായിട്ട് കിടപ്പുണ്ട്. അല്ല, പക്ഷെ അത് എത്രത്തോളം ഇതിനെ സ്വാധീനിക്കും, അടൂർ പ്രകാശിന്റെ ഒരു വിജയത്തെ സ്വാധീനിക്കും? കാരണം അടൂർ പ്രകാശ് സാറ് പറയുന്നത് പോലെ അടൂർ പ്രകാശ് നിന്നാൽ മാത്രമേ അവിടെ UDF വിജയിക്കുന്ന ഒരു കാര്യമൊന്നും അവിടെ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ്, കോന്നിയിൽ അടൂർ പ്രകാശ് നിന്നാൽ മാത്രമേ ജയിക്കൂ എന്ന് പറയുന്ന അസംബന്ധമാണ്. അടൂർ പ്രകാശ് അല്ലെങ്കിലും ജയിക്കും. പക്ഷെ തെക്കൻ കേരളത്തിൽ ഈഴവർക്ക് UDFൽ കോൺഗ്രസിൽ പ്രാതിനിധ്യം കുറവാണെന്നുള്ളൊരു ആക്ഷേപം, അതിന് കുറച്ച് വസ്തുതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ വെള്ളാപ്പള്ളി നരേശൻ എന്ന് പറഞ്ഞൊരു ഘടകം ഇതിനകത്ത് നിൽപ്പുണ്ട്. അയാളുടെ വാദം എന്താ? അയാളുടെ വാദം എന്ന് പറയുന്നത് UDFനകത്ത് ഈഴവർക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്നതെന്നുള്ളതാണ് അയാളുടെ വാദം. ആ പ്രചരണമാണ് അയാൾ നടത്തുന്നത്. CPMലാണെങ്കിൽ CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈഴവനാണ്, മനസ്സിലായോ? എന്ന് മാത്രമല്ല CPMനകത്ത് ഈഴവർക്ക് മതിയായ പ്രാതിനിധ്യമുണ്ട്. കാരണം CPMന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈഴവരുടെ വോട്ട് ബാങ്ക് ആണ്. അല്ല, അത് മാത്രമല്ല, പ്രതിനിധികൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ, മുകേഷ്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. മുകേഷല്ല, ഒരുപാട് പേരല്ലാതെ ഉണ്ട്. അതേസമയം UDFനകത്ത് ഈഴവരുടെ പ്രാതിനിധ്യം നിർഭാഗ്യവശാൽ കുറവാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ M. ലിജു എന്നോ അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണ എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ചാത്തന്നൂർ വന്ന സൂരജ് രവി എന്നോ ഒക്കെ പറഞ്ഞ് പറയാമെങ്കിലും അവരൊക്കെ ഇടനില നേതാക്കന്മാരോ ചെറുകിട നേതാക്കന്മാരോ. അതെ അതെ. UDFന്റെ നേതൃത്വത്തിൽ ഈഴവരുടെ പ്രാതിനിധ്യം കുറവാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്ന് മാത്രമല്ല, നിർഭാഗ്യവശാൽ UDFനകത്ത് നായന്മാരുടെ ഫോക്കസ് അല്ല, അവരുടെ അമിതമായ പ്രാധാന്യം അതിനകത്തുണ്ട്. നായന്മാർ 12% ഉള്ളെങ്കിലും നേതൃത്വത്തിൽ ഒരുപാട് നായന്മാരുണ്ട്. VD സതീശനായിരുന്നാലും രമേശ് ചെന്നിത്തലയായിരുന്നാലും ശശി തരൂർ, എല്ലാവരും, KC വേണുഗോപാൽ, മുരളീധരൻ, എല്ലാവരും ഈഴവരാണ്. അല്ലല്ല, നായരാണ്. എല്ലാവരും നായരാണ്. അപ്പോൾ സ്വാഭാവികമായും UDFനകത്ത് ഈഴവ പ്രാതിനിധ്യം കുറവാണെന്നുള്ളൊരു സാധനം അത് മുതലെടുക്കുകയാണ് ഈ അടൂർ പ്രകാശിനെ പോലുള്ളവർ ചെയ്യുന്നതെങ്കിലും 2-3 തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പം അവർക്ക് 2 പേർക്ക് ഒരു ഇളവ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അടൂർ പ്രകാശ് പോകുമ്പം ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും UDF വലിയ തോതിൽ ജയിച്ചു നിൽക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ ആറ്റിങ്ങലിലും UDF ജയിക്കും. അതുകൊണ്ട് അത് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ആ 2 MPമാരുടെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിനകത്ത് അവിടെ ഇവിടെ ചില്ലറ തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ഈ 2 MPമാരുടെ പോയി കഴിഞ്ഞാൽ വിഷയമല്ലേ, ബാക്കി 17 പേരുണ്ടല്ലോ. 2 ഇനിയിപ്പോൾ ഇടതുപക്ഷം പിടിച്ചെന്നിരിക്കട്ടെ, ബാക്കി 17 അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാത്ത കാര്യം. അപ്പൊ അവരുടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ളത് ചില്ലറ പടക്കം, ഈ വലിയ വെടിക്കെട്ട് കഴിഞ്ഞാൽ ചെറിയ മാലപ്പടക്കം പൊട്ടുന്ന പോലെ, പൊട്ടാസ് പൊട്ടുന്നത് പോലെയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളിൽ അവിടെയും പൊട്ടിത്തെറി ഇവിടെയും പൊട്ടിത്തെറി. ഇപ്പം ലീഗിന് 27 MLAമാരുണ്ട്. അതിലൊരുത്തനാണ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണ്. അവൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനകത്തൊരു പുല്ലും സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല, അയാളെ ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് അയാളുടെ രാഷ്ട്രീയം തീർന്നുള്ളതല്ലാതെ അവിടെ ലീഗ് തന്നെ ജയിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പം ഇപ്പം ഞാനൊരു ചാനലിൽ നോക്കുമ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ ബാബു പ്രസാദ് എന്തോ മല്ലേരി ശ്രീധരൻ നായരുടെ ബന്ധുവാണെന്നും പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് അയച്ചിരിക്കുന്നു. അവിടെ ഞാൻ നാണമുണ്ടോ ഈ ചെറ്റ യൂത്ത് കോൺഗ്രസ്? ഇവന്മാരൊക്കെ CPMകാരുടെ പൈസ മേടിച്ചുകൊണ്ട് ഇറങ്ങുന്നവനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. നമ്മുടെ സോളാർ കേസിലെ പരാതിക്കാരന്റെ ബന്ധുവാണെന്ന് ബാബു. അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഈ ശാസ്തമംഗലം ഭാഗത്ത് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ആ പോസ്റ്റർ ആരാണ് ഒട്ടിച്ചതെന്ന് അറിയില്ല. അതായത് ശബരിമല കഴിഞ്ഞ 5 വർഷം പിണറായിക്കൊപ്പം നിന്ന ശബരിനാഥനെ അരുവിക്കരയ്ക്ക് വേണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് CPM ചെയ്യുന്ന പരിപാടി അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. അപ്പം മല്ലേരി ശ്രീധരൻ നായരുടെ ബന്ധുവാണ് ബാബു പ്രസാദ് എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് പരാതി അയച്ചു എന്ന് പറയുമ്പം അത് തീർത്തും അസംബന്ധമായിട്ടുള്ള വാദമാണെന്ന് ഈ ദൃശ്യമാധ്യമങ്ങളിലിരിക്കുന്ന ഈ പൊട്ട ചെറുക്കന്മാർക്ക്, ഈ പൊട്ടന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തനം അവന്മാർക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ വേണ്ടാന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഈ CPMകാരനെ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ചെറ്റകളാണ് അവന്മാർ. അതുപോലെ തന്നെ ഇപ്പം പിന്നെ തളിപ്പറമ്പിൽ ഞങ്ങൾക്ക് CPM കോൺഗ്രസ് സ്ഥാനാർത്ഥി. നമ്മൾ ഇതൊക്കെ ഈ CPMന്റെ കാശ് മേടിച്ച് പോകുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരും ചില യൂത്ത് കോൺഗ്രസ് പിള്ളേരും ഒഴിച്ചു കഴിഞ്ഞാൽ UDFനകത്ത് വേറെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മുസ്ലിം ലീഗ് ഒരു സീറ്റ് അവരധികം ചോദിച്ചില്ല. ജോസഫ് ഗ്രൂപ്പ് 2 സീറ്റ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായി? പിന്നെ ചില വിഷമം, ചില മനോവ്യതകൾ എനിക്കുണ്ടായെന്ന് വെച്ചാൽ ചാത്തന്നൂർ ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് പോയി. അത് ആരും ചോദിക്കാനില്ലാതായി പോയി. അതുപോലെ തന്നെ CK ജാനുവിന് സീറ്റ് കൊടുത്തില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്ക് ബാർഗൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ UDFനകത്ത്
പ്രശ്നങ്ങളും ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ അത് ഓക്കെ, അത് ശരിയാണ്, നമുക്കത് വിലയിരുത്തി മനസ്സിലാക്കാൻ കഴിയും. കാരണം അതൊരു മനഃപൂർവ്വം UDF പൊട്ടിത്തെറിയുണ്ട്, അത് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അത് പ്രതിഫലിക്കുമെന്നുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ കുത്തിവെക്കാനായിട്ട് മാധ്യമങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അതല്ല, ഇത് ഈ CPM മുതിർന്ന നേതാക്കളുടെ ഈ ഒരു കൊഴിഞ്ഞുപോക്കും തിരിച്ചടിയും ഈ സമയത്ത് എങ്ങനെ ബാധിക്കും? അല്ല, ഞാൻ പറഞ്ഞത് CPM-ന്റെ ഈ കൊഴിഞ്ഞുപോക്ക് എന്നുള്ളത് ആ നിലയിലല്ല നമ്മളതിനെ കാണുന്നത്. CPM എന്ന് പറയുന്ന ഏകശിലാരൂപമായിട്ടുള്ള ഒരു പാർട്ടി, അഴിമതി വിരുദ്ധ തൊഴിലാളി വർഗ അനുകൂലമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ആ CPM എന്ന് പറയുന്ന പാർട്ടി അതിനകത്ത് ആന്തരികമായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ മനസ്സിലായി. CPM-നകത്തുള്ള പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പരസ്യമായി പ്രതിഫലിക്കാറേ ഇല്ല. CPM-നകത്ത് ആന്തരികമായ എന്ത് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും, CPM കൂടും, CPM സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും, അവർ മത്സരരംഗത്തേക്ക് ഇറങ്ങും, മത്സരിക്കും, തോക്കും, ജയിക്കും, അത് വേറെ കാര്യം. ആന്തരികമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മളൊരു 4-5 തെരഞ്ഞെടുപ്പ് പുറകോട്ട് എടുത്ത് നോക്കിയാൽ പോലും CPM-നകത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊട്ടിത്തെറിയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, അതായത് അന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഭയം പോയി. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2006 അച്യുതാനന്ദനും പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് പോലും അത് അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള വിഷയമായിട്ട് അവിടെ നിലനിൽക്കുകയും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഒരു തീരുമാനമെടുത്ത് അവർ മത്സരരംഗത്തേക്ക് വരികയും ചെയ്യുക. അതിനേക്കാൾ ഉപരി, അതായത് ഈ ഇത്തരം നേതാക്കളുടെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചിരുന്ന വലിയൊരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു, കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള. അല്ല, ഞാൻ അതിലേക്ക് വരികയല്ല, ഞാൻ പറഞ്ഞത് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുക. ആന്തരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വരെ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിച്ചിരുന്നതേയില്ല. അതാണ് നമ്മൾ കണ്ടത്. കാരണം എത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ്, എത്ര നിയമസഭാ തെരഞ്ഞെടുപ്പ്, എത്ര ഉപതെരഞ്ഞെടുപ്പുകളും കേരളത്തിൽ നടന്നിരിക്കുന്നു. അവിടങ്ങളിലൊന്നും CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് ഒരു ചെറിയ പോറൽ പോലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് നോക്കൂ. നമ്മളിപ്പം കാസർഗോഡ് മുതൽ എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് കുഞ്ഞികൃഷ്ണൻ, ഇപ്പുറത്ത് TK ഗോവിന്ദൻ, ഇപ്പുറത്ത് PK ശശി, നെന്മാറയിൽ ഒരു K ബാബു എന്ന് പറയുന്ന നെന്മാറയിലെ CPM-ന്റെ MLA ആയിരുന്ന അയാൾക്ക് പ്രശ്നം മുതൽ ഒരുപാട് വിഷയങ്ങൾ CPM-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് പുറമേക്ക് തന്നെ വരുന്നു. ഇപ്പം MM മണിക്ക് തന്നെ അസംതൃപ്തി ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതൊരു വശത്ത്. അതിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. 2021 2 ടേം മത്സരിച്ചവർക്ക് അല്ലാതെ ആർക്കും കൊടുത്തില്ല. ഇത്തവണ പിണറായി വിജയൻ ഉൾപ്പെടെ 16 പേർക്കാണ് അതിലുള്ള കൂടുതൽ. 16 പേർക്ക്. അതിൽ 10 പേരും തിരുവനന്തപുരത്താണ്. അതെ, 10 പേരും MLA-മാരായിരുന്നു, മുൻ MLA-മാരായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. എന്നുവെച്ചാൽ കടകംപള്ളി സുരേന്ദ്രനെ പോലെയൊക്കെ ഉള്ള കാൽക്കാശിന് കൊള്ളാത്തവന്മാരെന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞത് വീട്ടിൽ കയറ്റാത്തവരെന്നല്ല, വീട്ടിൽ കയറ്റി ചെരുപ്പ് കൊണ്ട് അടി കൊടുത്താൽ പോലും പിന്നെയും വരും എന്നാണ് അവർ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു ദിവസം ഉച്ചയ്ക്ക് അവരെ ഇയാൾ ഫോണിൽ വിളിക്കുക. ഫോൺ അവരെടുക്കുമ്പോഴത്തേക്കും ലൈംഗികമായി സംതൃപ്തി നൽകുന്ന ചില സംസാരങ്ങളാണ് ഫോണിൽ കൂടെ ഇവരെ അയാൾ വിളിക്കുന്നത് നട്ടുച്ച സമയത്ത്. അത് വിളിക്കുമ്പോൾ മന്ത്രിയാന്ന് ഓർത്തോണം, മന്ത്രിയാണ്. അപ്പോൾ ഇവർ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അവരെന്നോട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു, കട്ട് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് സംഭവം? ആ വിവരമില്ലാത്തവനാണ് ഇതിൽ, അവൻ പിന്നെയും അത് തന്നെ തുടരും എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, അയാൾ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ സ്ത്രീയെ അയാൾ നട്ടുച്ചയ്ക്ക് വിളിച്ചിട്ട് ഈ ടെലിഫോൺ സെക്സിൽ അയാൾ ഇടപെടുന്നു. ആ സ്ത്രീ അത് ശക്തമായി പ്രതിഷേധിക്കുന്നു. പ്രതിഷേധിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചപ്പോൾ അയാൾ നാണം കെട്ടവനാണ്, അയാൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ, വീണ്ടും അയാൾ ആവർത്തിക്കുന്നതിനേക്കാൾ പ്രധാനം അയാൾ ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അടി കൊടുക്കുകയോ അല്ലെങ്കിൽ അടിക്കുമെന്ന് പറയുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ ചെയ്തിട്ടും വീണ്ടും അത് തുടരുന്നവൻ്റെ മാനസികാവസ്ഥ. അതായത് ഒരുത്തനൊരു സ്ത്രീയെ കയറി പിടിക്കുന്നു, ആ സ്ത്രീ അവൻ്റെ കർണക്കുട്ടി അടിച്ച് പൊട്ടിക്കുന്നു, പൊട്ടിച്ച് കഴിഞ്ഞ് വീണ്ടും അവളെ കയറി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആരാ?
അവൻ ഈസ് എ ബ്ലഡി സെക്ഷൽ പെർവേർട്ട്. അവൻ്റെ ഫിസിയോളജിക്കൽ പ്രശ്നമാണത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അല്ല ഈ വിശേഷണത്തിന് അർത്ഥം. രാഹുൽ മാങ്കൂട്ടമൊക്കെ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് ഇപ്പോഴും ആരോപണത്തിന്റെ മേഖലയിൽ നിൽക്കുകയാണ്. ഇവിടെ അതല്ല, ഇവിടെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഒരു വനിതയാണ് വന്നിട്ട് ഇത് പറയുന്നത്. അതായത് കള്ളു കുടിക്കുന്ന ഒരുത്തന് ഉച്ചയാകുമ്പം അവന് മദ്യം കിട്ടിയില്ലെങ്കിൽ അവൻ അസ്വസ്ഥനാകുമെന്ന് പറഞ്ഞതുപോലെ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ CPM-ന്റെ ഈ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി അവനൊരു സെക്ഷൽ പെർവേർട്ടാണ്. ഞാൻ അവരോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് ഞാൻ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും ഐസക്കിനെ കുറിച്ചും ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്. ഞാൻ അപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചു പിന്നെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിഷയം എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ ആദ്യത്തെ പ്രതികരണം തന്നെ, സർ വുഡ് യു ലൈക്ക് ടു ടച്ച് ഡെർട്ട് എന്നാണ് എന്നോട് ആദ്യത്തെ വർത്താനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞ് തീട്ടത്തെ തൊടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, വിൽ യു ടച്ച് ഡെർട്ട് എന്ന് പറഞ്ഞാൽ മാലിന്യത്തിൽ നിങ്ങൾ തൊടുവോ സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് എന്നോട് സംസാരിച്ച് തുടങ്ങുന്നത്. എന്നിട്ട് അവരെന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിക്കേണ്ടത്, സുമേഷ് ആലോചിക്കേണ്ടത്, ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി എത്രത്തോളം അധപ്പതനത്തെ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഈ വൃത്തികെട്ടവൻ്റെ ഒരു പോസ്റ്റർ കണ്ടു, മറ്റാരുണ്ട് കടകംപള്ളി അല്ലാതെ. ആ കടകംപള്ളിയെ കുറിച്ചിട്ടാണ് ഞാൻ കുറച്ച് സമയം ഞാൻ ചെലവഴിക്കാൻ പോവാണ്. അല്ല, നമുക്ക് ഒരു മറ്റൊരു വിഷയത്തിലേക്ക്, കാരണം നീണ്ടു പോകുന്നത് കൊണ്ട് അത് മാറ്റി വെക്കാം. അത് നമുക്ക് വേറൊരു വിഷയം മാത്രം, അത് മാത്രം കടകംപള്ളി മാത്രമായിട്ട് നമുക്ക് എടുത്ത് ചെയ്യാം. അപ്പം അതാണ് കടകംപള്ളി. ആ കടകംപള്ളിയെ അവിടെ മത്സരിപ്പിക്കുമ്പോഴാണ് 2 തവണ തെറ്റില്ലാതെ MLA സ്ഥാനം വഹിക്കുകയും സ്പീക്കർ എന്നുള്ള നിലയിൽ നല്ല പ്രകടനം പിന്നെ കാണിക്കുകയും ചെയ്ത ഷംസീർ. അപ്പോൾ ഇവരുടെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു അഴുകി പുഴുത്ത ഭാണ്ഡക്കെട്ടാണ്. ഇത് ഇപ്പോൾ ഈ 16 പേര് ഇളവ് നൽകിയ 16 പേരിലൊന്ന് AC മൊയ്തീൻ, കരുവന്നൂരിൽ ED ചോദ്യം ചെയ്ത AC മൊയ്തീൻ, പിന്നെ ഉള്ളത് കായംകുളത്തെ യു പ്രതിഭയുടെ മോനുമായിട്ട് കഞ്ചാവ് കേസ്. അത് മാത്രമല്ല, അവിടുത്തെ DYFI നേതൃത്വമായിട്ട് അവരുടെ തമ്മിലുള്ള ഒരു സലും സമൂഹ മാധ്യമങ്ങളിലുള്ള പോർവിളി. ഞാൻ പറയുന്നത് അപ്പോൾ അത് നമുക്കൊരു വേറൊരു തവണ ചർച്ചയ്ക്കായിട്ട് മാറ്റി വെക്കുക, സ്ഥാനാർത്ഥി നിർണ്ണയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കോൺഗ്രസ്സിലുള്ളത് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ള നീ മത്സരിക്കണോ ഞാൻ മത്സരിക്കണോ എന്നുള്ള ലെവലിലുള്ളൊരു സാധനമാണ്. ഇപ്പം സുധാകരൻ്റെത് പോലും അതാണ്. പക്ഷേ CPM-നകത്ത് എന്താണ്? CPM എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ CPM-ൽ ആദ്യമായിട്ടാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. മാത്രമല്ല, CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അടിവേരറുക്കുന്ന വിഷയങ്ങളല്ലേ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് കണ്ണൂരിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. കണ്ണൂർ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന വിപ്ലവ വേലിയേറ്റങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമാണ് കണ്ണൂർ. കയ്യൂര്, കരിവള്ളൂർ, പാർട്ടി ഉണ്ടായത് പാറപ്പുറത്ത്, മുനയൻകുന്ന്, എന്തൊക്കെ വിപ്ലവത്തിൻ്റെ പ്രഭവ കേന്ദ്രം. അതുകൂടാതെ അവിടുത്തെ നേതാക്കന്മാരൊക്കെയാണ് AKG, KPR ഗോപാലൻ, നയനാർ, പിന്നെ CH കണാരൻ, ചടയൻ ഗോവിന്ദൻ, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു ജില്ലയിൽ എന്താണ് ഇന്നത്തെ അവസ്ഥ? നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇന്നത്തെ അവസ്ഥ. ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, സ്വജനപക്ഷപാതം, പിന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിക്കൽ. നമ്മളിതിനകത്ത് കാണേണ്ട കാര്യം പറയും. ഇപ്പം TK ഗോവിന്ദൻ വന്ന് പത്രസമ്മേളനം നടത്തി. അയാളെന്താ പറഞ്ഞേ? അയാൾ പറഞ്ഞു, ഇവരുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച വന്നപ്പം അതിരൂക്ഷ വിമർശനമായിരുന്നു. അപ്പോൾ ചോദിച്ചു, എത്ര പേരുണ്ടായിരുന്നു അനുകൂലിക്കാൻ? 2-3 പേര് അനുകൂലിക്കാനുണ്ട്, ബാക്കിയുള്ള മുഴുവൻ ആളിലും എതിർപ്പ്. അപ്പം ആ ചർച്ച അവിടെ നടക്കുമ്പോൾ ഗോവിന്ദൻ അവിടെ ഇരിക്കുകയാണ്. ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ച. അത് കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റി ചർച്ച വരുന്നു. അവിടെയും അതിരൂക്ഷ വിമർശനം. 2-3 പേരെ ന്യായീകരിക്കുന്നുള്ളൂ. അവിടെയും ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിലാണ് ചർച്ച. അതിനുശേഷം ലോക്കൽ കമ്മിറ്റി വരുമ്പോഴത്തേക്കും അവിടെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ. അപ്പം ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം വന്നിട്ടും അവരെ തന്നെ മത്സരിപ്പിക്കുമ്പോൾ ഇത് എന്തൊരു പാർട്ടിയാണ് ഈ പാർട്ടി? ഇത് എന്തൊരു ജനാധിപത്യമാണ് ഇതിനകത്തുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അതുപോലെ തന്നെ ഫണ്ട് തട്ടിപ്പിൻ്റെ വിഷയം വന്നു. ഫണ്ട് തട്ടിപ്പിനകത്തുള്ള പച്ചയായ കള്ളത്തരങ്ങൾ ഒരു പുസ്തകത്തിൽ കൂടി കൊണ്ടുവന്നു. പിന്നെ കുഞ്ഞികൃഷ്ണൻ അല്ല എതിർക്കാനുണ്ടോ? അല്ല, എന്നിട്ട് ആ ആരോപണ വിധേയല്ല, ഫണ്ട് കട്ടവനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അതുപോലെ തന്നെ ഗോവിന്ദനെതിരായിട്ട് അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങളല്ലേ TK ഗോവിന്ദൻ ഉന്നയിച്ചത്. ഗോവിന്ദൻ വന്നതിന് ശേഷം മണ്ഡലത്തിൽ ചെലവഴിക്കുന്ന MLA ഫണ്ട് സംബന്ധിച്ച് ഒരു കണക്കും ഒരു സുതാര്യതയില്ല, ഓഡിറ്റുമില്ല, ഒന്നുമില്ല. അത് ഗോവിന്ദന് മാത്രമേ അറിയാവുള്ളൂ.
അവിടെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടത്തി, അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചു, അതിനൊന്നും കണക്കില്ല. അപ്പോൾ എന്താണ് ഈ ഗോവിന്ദനും എന്താണ് കുഞ്ഞികൃഷ്ണനും ഒക്കെ നമ്മളോട് പറയുന്നത്? ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി ഇവിടെ ഒരു 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 അഴുകിപ്പുഴുത്ത അടിവയർ, ഒരു ഡാർക്ക് അണ്ടർ ബെല്ലി, അതാണ് ഇവർ നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂരിൽ ഒരു 30,000 മുതൽ 60,000 വോട്ടിന് വരെ ജയിക്കുന്ന 7 മണ്ഡലങ്ങളുണ്ട് കണ്ണൂരിൽ. മനസ്സിലായില്ലേ? പയ്യന്നൂരുണ്ട്, തൃക്കരിപ്പൂരുണ്ട്, കല്യാശ്ശേരിയുണ്ട്, ധർമ്മടമുണ്ട്, മട്ടന്നൂരുണ്ട്, തലശ്ശേരിയുണ്ട്, പിന്നെ വേറെ ഒരു മണ്ഡലം കൂടെ ഉണ്ട്. 7 മണ്ഡലങ്ങളിൽ ഒരു 30,000 മുതൽ 60,000 വരെ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങളുള്ള ജില്ലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. മനസ്സിലായി? അവിടെ 4 മണ്ഡലങ്ങളിൽ ഇപ്പൊ തന്നെ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. പയ്യന്നൂർ പ്രശ്നമാണ്, തളിപ്പറമ്പ് പ്രശ്നമാണ്, പിന്നെ തലശ്ശേരി പ്രശ്നമാണ്, മട്ടന്നൂർ പ്രശ്നമാണ്. അപ്പം ഇതൊക്കെ വരുമ്പോഴേ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ AM ഷംസീർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ അദ്ദേഹം ഒരു നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു 90% നിഷ്പക്ഷമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. അതേപോലെ ഒരു യുവനേതാവിനെ ഒരു സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുമ്പോൾ അതിലൂടെ CPM എന്താണ് ലക്ഷ്യമിടുന്നത്? അല്ല, ഞാൻ പറയുന്നത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ സുമേഷൊക്കെ പറഞ്ഞ ചെറിയ വിഷയങ്ങളാണ്. കാരണം CPM-ന്റെ ചുവന്ന കോട്ടയിൽ CPM ഏറ്റവും സുശക്തമായിട്ടുള്ള ജില്ലയിൽ CPM-ന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് 100% വ്യതിചലിച്ച ഒരു അഴിമതിവൽക്കരിക്കപ്പെട്ട ജീർണിച്ച ഒരു നേതൃത്വമാണ് അവിടെ നിലനിൽക്കുന്നതെന്നും CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അടിവേര് തന്നെ കണ്ണൂർ ജില്ലയിൽ അറക്കപ്പെട്ടു എന്നതിൻ്റെയും ബഹിർസ്ഫുരണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പാർട്ടി അണികളും പാർട്ടി നേതൃത്വം തമ്മിൽ വലിയൊരു ധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞു. പാർട്ടി അണികളുടെ അസ്വസ്ഥതയും രോഷവും പ്രതിഷേധവുമാണ് കുഞ്ഞികൃഷ്ണനിലൂടെയും TK ഗോവിന്ദനിലൂടെയും ഒക്കെ പുറത്തു വരുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിലുണ്ടായിരിക്കുന്ന പൊട്ടിത്തെറിയുടെ ഒരു വ്യാപ്തി എന്ന് നമ്മൾ നോക്കൂ. ആരാണ് TK ഗോവിന്ദൻ? TK ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും അടിയുള്ള ജില്ലാ സെക്രട്ടറി രംഗം എന്നുള്ളതിനേക്കാൾ ഉപരി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള പാർട്ടിക്കാർ മാത്രമുള്ള മലപ്പട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ് TK ഗോവിന്ദൻ. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ 2-3 പ്രാവശ്യമായിട്ട് പ്രതിപക്ഷമില്ല. CPM തന്നെയാണ്. CPM മാത്രമേ ഉള്ളൂ അവിടെ. അവിടുന്ന് വരുന്ന അയാൾ 60 വർഷത്തെ പാർട്ടി അംഗത്വം അയാൾ ഉപേക്ഷിച്ചിട്ട് അയാൾ പോവാണ്. അപ്പോൾ അയാൾ മത്സരിക്കണമെന്ന് അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഉമ്മാരിപ്പോൾ പറയുന്നത്. ഇനി മത്സരിക്കണമെന്ന് അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ? അതാണ് 60 വർഷമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് അവിടെ വേണ്ടത്. അതും ഒരു ആരോപണ വിധേയമാണ്. അതായത് ആന്തൂർ ഷാജന്റെ വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അത് വരുമ്പോൾ അത് വലിയ രീതിയിൽ അവിടുത്തെ വിജയത്തെ സ്വാധീനിക്കും. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാർട്ടി CPM-ന് എല്ലാ തവണയുമുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? CPM-ന് ഏത് സാഹചര്യത്തിലും CPM മാത്രം ജയിക്കുന്ന ഒരു 10-25 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അതാണ് CPM-ന്റെ ഒരു ആസ്തി. ആ ആസ്തി വെച്ചിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഡെപ്പോസിറ്റ് ആണ്. അത് UDF-ന് അത് 2 ഗുണമേ ഉള്ളൂ. ആ ആസ്തിയിൽ തന്നെ ഏറ്റവും ശക്തമായ ആസ്തിയാണ് കണ്ണൂരിൽ 7 മണ്ഡലങ്ങൾ. ആ 7 മണ്ഡലങ്ങളിൽ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് CPM എന്ന് പറഞ്ഞ ഒരു കടലാസ് സ്റ്റേഷൻ അവിടെ കീറി അവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ കടലാസ് സ്റ്റേഷനത്തിനെ കുത്തി വിജയിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ധർമ്മടത്ത് ഞാൻ പറഞ്ഞത് സിമ്പിളാണ്. CPM എന്ന് എഴുതിയിട്ട് ഒരു കടലാസ് സ്റ്റേഷൻ അവിടെ ഇട്ടാൽ മതി. ഇത് ഈ കടലാസ് സ്റ്റേഷൻ ആട്ടോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മതി. ആ കടലാസ് സ്റ്റേഷനത്തിന് MLA ആയിട്ട് തിരഞ്ഞെടുക്കുന്ന പൊട്ടന്മാരാണ് അവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ ധർമ്മടം നോക്ക്. ധർമ്മടത്ത് 50,000-ലധികം ഭൂരിപക്ഷം. ഇപ്പം മട്ടന്നൂർ 60,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം. ടീച്ചർ പയ്യന്നൂർ 42,000 വോട്ട്. പയ്യന്നൂർ 2021 CPM-ന് കിട്ടിയ 93,000 വോട്ടാണ്. മനസ്സിലായി? ഒരു നിയമസഭാ മണ്ഡലത്തിലൊക്കെ അപ്പം അവിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ CPM-ന്റെ കഥ കേരളത്തിൽ കഴിഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്താം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കണ്ണൂരിലുണ്ടായിട്ടുള്ള ഈ വലിയ പൊട്ടിത്തെറിയും തകർച്ചയും മറ്റ് ജില്ലകളിലുള്ള പാർട്ടി അണികളുടെ മുഴുവൻ ആത്മധൈര്യത്തെ കംപ്ലീറ്റ് കെടുത്തിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം കണ്ണൂരിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഞാൻ പറയട്ടെ, ഇപ്പോൾ 2024 CPM-ന് ഒരു സീറ്റ് കിട്ടി. 18 സീറ്റിൽ
പിന്നെ UDF ആണ് ജയിച്ചത്. അന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട പിണറായി വിജയനാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഒന്ന് 18 സീറ്റിൽ തോറ്റു. എന്താ തോക്കാൻ കാരണം? CPM-കാരുടെ അണികൾ അതിഭീകരമായി അന്ന് തന്നെ വിജയനെതിരായിട്ട് വോട്ട് ചെയ്തുകൊണ്ടാണെന്ന് 18 സീറ്റിൽ തോറ്റത്. ആ സാഹചര്യത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എടുത്തിട്ട് ചതയ്ക്കും CPM അണികൾ. അല്ല, തീർച്ചയായിട്ടും. കാരണം ഇത്രയും വലിയ സുധാകരനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് പോകുമ്പോൾ സാധാരണക്കാരുടെ അണികൾക്ക് പോലും കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് മനസ്സിലായി ഇനി ഇതിനോടൊപ്പം നിന്നിട്ട് കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ സുധാകരന്റെ കാര്യം തന്നെ നമ്മൾ എടുക്കും. സുധാകരന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും സുധാകരൻ 40 വർഷക്കാലം ഈ പാർട്ടിയെ സേവിച്ച ആൾ, പാർട്ടി അംഗത്വം അയാൾ വേണ്ടത് നോക്കുകയാണ്. അയാൾക്ക് എന്ത് അധികാര സ്ഥാനം കിട്ടി, അയാൾക്ക് എന്ത് മന്ത്രി സ്ഥാനം കിട്ടി, എന്തും ആയിക്കോട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ സുധാകരൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. സുധാകരനെ പട്ടിയെപ്പോലെ കണ്ടതുകൊണ്ട് മാത്രമല്ലേ സുധാകരൻ ഇതിനകത്ത് നിന്ന് പോകുന്നത്? അല്ല സുധാകരൻ അധികാരം ഇല്ലഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അയാൾക്ക് പട്ടിയുടെ വില പോലും കൊടുത്തില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അവിടെ പരിഗണിച്ചിരുന്നെങ്കിൽ, അതായത് ഇത്രയും വർഷം ഈ പാർട്ടിക്ക് വേണ്ടി നിന്ന ഒരു മനുഷ്യനെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു രക്തസാക്ഷി ഉണ്ടായിട്ട് പോലും ആ മനുഷ്യനെ ഇന്നലെ വന്ന R. നാസറും H. സലാമിനെയും പോലെയുള്ളവർ അവഗണിക്കുമ്പോൾ, ഈ സജി ചെറിയനെ പോലെയുള്ളവർ അവഗണിക്കുമ്പോൾ തീർച്ചയായും അപ്പം നമ്മൾ കാണുന്നത് CPM-ന്റെ അടിവേര് തോണ്ടിയിരിക്കുകയാണ് കേരളത്തിൽ. അതെ. CPM എന്തടിസ്ഥാനത്തിലാണോ CPM നിലനിൽക്കുന്നത്, CPM-ന്റെ ഒരു ബേസിക് ഐഡിയൽസ് ഉണ്ട്, CPM-ന്റെ രാഷ്ട്രീയമുണ്ട്, CPM-ന്റെ പ്രത്യശാസ്ത്രമുണ്ട്. പ്രത്യശാസ്ത്രവും രാഷ്ട്രീയമാണല്ലോ CPM-നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്നത്, ഒരു തൊഴിലാളി വർഗ്ഗം. ആ രാഷ്ട്രീയത്തിൽ നിന്നും പ്രത്യശാസ്ത്രവും CPM സമ്പൂർണമായി കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ കണ്ണൂരത്തെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കണ്ണൂരിൽ പലപ്പോഴും ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അത് പരിഹരിക്കുന്ന ഒരു ഔന്നത്യമുള്ളൊരു നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. കണ്ണൂരിലുണ്ടായിരുന്നു. AKG ഉണ്ടായിരുന്നു, പിന്നെ നായനാരുണ്ടായിരുന്നു, പിന്നെ ചടയം കോഞ്ഞനുണ്ടായിരുന്നു, പിന്നെ CH കണാർ. അങ്ങനത്തെ ഒരു വലിയ ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായി? യഥാർത്ഥത്തിൽ ഈ ഒരു താഴോട്ട് പോക്ക് തുടങ്ങിയത് ശരിക്കും 80-കളുടെ മധ്യത്തിലാണ്. അന്ന് രാഘവൻ പോയപ്പോൾ രാഘവൻ്റെ കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഉന്നത സ്ഥാനീയരായിട്ടുള്ള പലരും പോയി. ഭരതൻ പോയി, പിന്നെ എന്താണ് പിന്നെ PK കുഞ്ഞിക്കണ്ണൻ എന്നും പറഞ്ഞിട്ടൊരു നേതാവ് പോയി, പൂത്തലത്ത് നാരായണൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നല്ല രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും പുലർത്തിയിരുന്നവർ പോയി. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ തിരിവുകളാണ് തിരിവ്. അപ്പം അന്ന് തുടങ്ങി ഈ ഒരു താഴോട്ടുള്ള പോക്ക്. അത് ഇപ്പം പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീറക്കടലാസ് നേതൃത്വമാണ്. KK രാഗേഷ്, ഈ KK രാഗേഷിനെ കുറിച്ച് TK ഗോവിന്ദൻ പറഞ്ഞത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ഇപ്പോൾ UDF ആണ് ജയിച്ചത്. അത് മാത്രമല്ല, ഈ MP ഗോവിന്ദന്റെ ഒരു കളിപ്പാവയാണ്. അയാൾ എന്ത് പറയുന്നോ അത് ഏറ്റു പറയുന്ന ഒരു പാവയായി KK രാഗേഷ്. അപ്പം ഇതിൻ്റെ ഏതാണ്ട് അന്ത്യം അവിടെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ പോലൊരു പാർട്ടിയിൽ KK രാഗേഷ് പോലൊരാൾ ജില്ലാ സെക്രട്ടറി, അവനൊന്നും ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായും CPM-ന്റെ ഈറ്റില്ലമായിട്ടുള്ള കണ്ണൂരിലെ സമ്പൂർണമായിട്ടുള്ള തകർച്ചയ്ക്കാണ് 2026 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കണ്ണൂരിൽ പൊട്ടുമ്പോൾ ആ പൊട്ടലിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ കേരളത്തിലുണ്ട്, മറ്റ് ജില്ലകളിൽ, തിരുവനന്തപുരം ജില്ലയിൽ വരെ വ്യാപിക്കാൻ പോവുകയാണ്. എവിടുന്ന് മാർക്ക് സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം അടൂർ പ്രകാശിനും പിന്നെ സുധാകരനും കൂടെ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈഴവന്മാരുടെ സീറ്റും കിട്ടില്ല, വോട്ടും കിട്ടില്ല. ഈഴവന്മാരുടെ കിട്ടാതെ പോകും. ക്രിസ്ത്യാനികളുടെ അല്ലേ തന്നെ ഒരു ക്രിസ്ത്യാനി പോലും ചെയ്യില്ല. മുസ്ലിങ്ങൾ പിന്നെ പറയുകയും വേണ്ട. പിന്നെ എവിടുന്നാണ് പിന്നെ വോട്ട് കിട്ടാൻ പോകുന്നത്? ഈ പിണറായിയുടെ വീട്ടിൽ നിന്നോ അല്ലെ വീണയോ അല്ലെങ്കിൽ കമലയോ അല്ലെങ്കിൽ വീണ, കമല, ശ്യാമള ഇതുപോലെ കുറെ ഭാര്യമാരുടെ വോട്ടിലേക്ക് ഇത് ഒതുങ്ങുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാകുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഇതിൻ്റെ തകർച്ചയോടുകൂടി രക്ഷപ്പെട്ട് ഇനി മുന്നോട്ട് തളിർത്ത് പൂത്ത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ കാണാം എന്നുള്ളതാണ് ഏറ്റവും. നമ്മൾ എന്തായാലും അത് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പിന്നീടൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ വിഷയം കൂടി പറഞ്ഞു പോകാം. കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ ഒരു 16 സ്ഥാനാർത്ഥികളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം ഉൾപ്പെടെ അല്ല ഞാൻ പറയുന്നത് നമ്മളത് ഇപ്പോൾ എടുക്കണ്ട. ഞാൻ പറഞ്ഞത് നമുക്ക് കടകംപള്ളി സുരേന്ദ്രൻ മാത്രം ഒരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. സ്ഥാനാർത്ഥി നിർണ്ണയം നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. മനസ്സിലായില്ലേ? കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഗണേഷ് കുമാർ, ഞാനിന്ന് പ്രതിപക്ഷത്തിലൊരു സീരീസ് ഓഫ്
വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ആക്കാം. അതിൽ തുടക്കം കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് തന്നെ ആവാം. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് നമുക്കൊരു അരമണിക്കൂർ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, അത് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഞാൻ പറയുമ്പോൾ എന്നെ തടഞ്ഞാൽ മതി. ഞാൻ പറയാം. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് അത് ലിമിറ്റഡ് ചെയ്യും. അതെ അതെ അതെ, അങ്ങനെയുള്ളൊരിതുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. കാരണം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ, ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. ഇവിടെ ഒരു CPM മുതിർന്ന നേതാവിനെ ഓസ്ട്രേലിയയിലേക്ക് അവിടുത്തെ മലയാളികൾ ക്ഷണിക്കുന്നു. അദ്ദേഹം പറയുന്നു, എൻ്റെ ഭാര്യയ്ക്കും എനിക്കും അവിടെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് വേണം. കൊടുത്തു. കോട്ട് സൂട്ടൊക്കെ വലിച്ചു കയറ്റി നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം പറയുന്നത്, അവിടെ ഹോട്ടലിൽ 100-300 പേരുണ്ട്. അവിടെ പറയുന്നത് മുതലാളിത്ത രാജ്യത്തെക്കുറിച്ചാണ്. മുതലാളിത്ത രാജ്യത്തെ വളരെ അങ്ങ് അധിക്ഷേപിച്ച് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇദ്ദേഹം കത്തിക്കയറുമ്പോൾ ഒരാൾക്ക് സഹി കെട്ടിട്ട് അയാൾ വേദിയിൽ നിന്ന് സദസ്യരുടെ ഇടയിൽ നിന്ന് എണീറ്റ് ചോദിച്ചു, സഖാവേ, അതുകൊണ്ടാണല്ലോ അവിടെ ഇത് മുതലാളിത്ത രാജ്യം ആയതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സാമ്പത്തികമൊക്കെ ഉണ്ടായത് കൊണ്ടാണല്ലോ സഖാവിനെ ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് തന്നിട്ട് സഖാവിനെ ഇങ്ങോട്ട് കയറ്റിയത്, ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ അപ്പോഴും ഇരുന്നെങ്കിലും പിന്നീട് മറ്റെന്തൊക്കെയോ സംഭവിച്ചാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ നേതാവിൻ്റെ മരുമകൾക്ക് ന്യൂയോർക്കിൽ IT കമ്പനി ഉണ്ടെന്നാണ് ആ ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞത്. എന്തായാലും ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. എന്തായാലും ഇതോടുകൂടി CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ എതിർകക്ഷികളല്ല, പാർട്ടിയിലുള്ള നേതാക്കൾ തന്നെയാണ് ഇതെല്ലാം തുറന്നു പറയുന്നത്. അതോടുകൂടി അണികൾക്കും പൊതുസമൂഹത്തിനും കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായി. ഇനി മെയ് 4 തീയതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവിക്കുന്നത്.